ഇ.പി. ജയരാജൻ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ കൊള്ളാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ചെന്ന് നന്നായി കൊണ്ടു വി.ഡി. സതീശന് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ ആരോപണം. ഇ.പി. തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളിത് തെളിയിച്ചാൽ എൻ്റെ സ്വത്ത് മുഴുവൻ എഴുതി തരാം. ഇ.പി. ജയരാജൻ എത്ര സ്വത്തുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ പറഞ്ഞ കാര്യം ചെയ്യുന്ന ഒരു നേതാവാണ്, ഒരു സത്യസന്ധതയുള്ള രാഷ്ട്രീയ നേതാവായിട്ടാണ് ഞാൻ കരുതുന്നത്. ബിസിനസ് ബന്ധം ഭാവനയാണ്. ഇ.പി.യെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന ബിസിനസ്സുകാരനായ രാഷ്ട്രീയക്കാരൻ, അദ്ദേഹത്തിന് ബിസിനസ്സുകളുണ്ട്, അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ആസ്തികളുണ്ട്, അതൊക്കെ കൃത്യമായി പറയുകയും അതിനൊക്കെ കൃത്യമായി ടാക്സ് അടച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ ഈ പെൻഷൻ തുക എന്നൊക്കെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക്ക് കമ്പനി തുടങ്ങിയതും ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പെൻഷൻ തുക കൊണ്ട് ഒരു കമ്പനിയിൽ കൊണ്ടുപോയി ഷെയർ എടുക്കുന്നതൊന്നും അത്ര വലിയ തെറ്റൊന്നുമല്ല. കാരണം നിയമസഭയിൽ വരെ ഇക്കാര്യം ഉദ്ദേശിച്ചതുമാണ്. ഇവിടെ സതീശൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഈ ഷെയർ ഉണ്ടോ അല്ലെങ്കിൽ ബിസിനസ് ബന്ധമുണ്ടോ എന്നതൊന്നുമല്ല. സതീശൻ ആവശ്യം എന്താണ്? CPIM-ഉം BJP-യും തമ്മിൽ ബന്ധമുണ്ട്. അത് പറഞ്ഞിങ്ങനെ പരത്തി അത് വലുതാക്കി അതിലൂടെ വോട്ട് നേടുക, അതിലൂടെ കഴിഞ്ഞ തവണത്തേതുപോലെ കൂടുതൽ സീറ്റുകൾ ഉറപ്പിച്ചു നിർത്തുക, അത് മാത്രമാണ് സതീശൻ ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റ് കരാർ ഒപ്പിട്ടതിന് ശേഷം ഈ നിരാമയ റിട്രീറ്റിന്റെ ജീവനക്കാരും ഒപ്പം ഇ.പി. ജയരാജന്റെ ഭാര്യ P.K. ഇന്ദിരയും മകൻ ജെയ്സണും നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ വലിയ തെളിവായി എടുത്തു കാട്ടുന്നത്. അതിലെവിടെ ഇ.പി. ജയരാജൻ, അതിലെവിടെ രാജീവ് ചന്ദ്രശേഖർ? ഇവർ രണ്ടുപേരും ഇല്ലല്ലോ. ഇവർ തമ്മിൽ അങ്ങ് ഭയങ്കര ബിസിനസ് ബന്ധമാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുള്ള തെളിവ് കൊണ്ടുവരട്ടെ. ഈ ചിത്രമൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. സാധാരണ ഏത് കരാർ ഒപ്പിട്ട് കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ എടുക്കുന്നത് പതിവുമാണ്. അത് മാനേജ്മെന്റ് രംഗത്തുള്ള ആരോട് ചോദിച്ചാലും അത് മനസ്സിലാക്കാനും കഴിയും. രാജീവ് ചന്ദ്രശേഖർ ഭാര്യയുടെ ഷെയറിന്റെ വിവരങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയിലേക്കൊക്കെ വരാം. അതിനു മുൻപ് 2023 ഏപ്രിൽ 18 വന്ന വാർത്ത ഇപ്പോൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇത് വീണ്ടും ചർച്ചയാക്കുന്നതിന് പിന്നിലുള്ള ഗൂഢലക്ഷ്യം അത് രാഷ്ട്രീയം തന്നെയാണ്. ഈ വൈദേകം റിസോർട്ടിന്റെ നടത്തിപ്പാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനി ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് അന്ന് വലിയ രീതിയിൽ വാർത്ത വന്നത്. അപ്പോൾ ഈ നിരാമയ റിട്രീറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ രാജീവ് ചന്ദ്രശേഖർ ഡയറക്ട് ഷെയർ ഹോൾഡർ ആണോ? അതാണ് അറിയേണ്ട കാര്യം. ഇവിടെ ഇപ്പോൾ മാഡം പറയുന്നു ഭാര്യയാണ് ഷെയർ ഹോൾഡർ എന്ന്. പിന്നെ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖറിലേക്ക് അത് അട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് ഇ.പി. ജയരാജനിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക? ഇ.പി. ജയരാജന് ഈ പറയുന്ന വൈദേകത്തിൽ ഷെയർ ഉണ്ടോ? P.K. ഇന്ദിരയ്ക്കുണ്ട് 81.99, ജെയ്സൺ ഉണ്ട് 10 ലക്ഷം, ടോട്ടൽ 91.99, അതായത് 9199 ഓഹരികൾ. ഇതിലെവിടെയാണ് ജയരാജൻ? ഒരു ഓഹരി പോലും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ജയരാജനെ പറയാൻ കഴിയുക? പിന്നെ ഈ രണ്ട് കമ്പനികളും തമ്മിൽ ഒപ്പിട്ട കരാറിനെ കുറിച്ച് കൂടി ഞാൻ പറയാം. ഞാൻ പൂർത്തിയാക്കട്ടെ മാഡം. മാനേജ്മെന്റ് കോൺട്രാക്ട് ആണ്. അതെന്തിനാണ്? ടു ഓപ്പറേറ്റ് ആൻഡ് മാനേജ് വൈദേകം ആയുർവേദ ഹീലിംഗ് വില്ലേജ്. അതിനുള്ള കരാറാണ്. അല്ലാതെ ആ റിസോർട്ട് അപ്പാടെ വാങ്ങുകയോ ആ ഓഹരി അതേപടി എടുത്തുകൊണ്ട് വെക്കുകയോ അല്ല ചെയ്തിരിക്കുന്നത്. നിരാമയ റിട്രീറ്റ് CEO അലനെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്, വൈദേകം CEO തോമസ് ജോസഫ്. ഈ രണ്ടുപേരും ഇക്കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തിയിട്ടുള്ളതാണ്. ഇനി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ P. ജയരാജൻ ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെയാണല്ലോ ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടത്. അതിനുശേഷമാണ് ഈ ഓഹരി വിറ്റഴിക്കാനുള്ള തീരുമാനവും അതൊരു രാഷ്ട്രീയ ബാധ്യതയായി ഇ.പി. ജയരാജന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നു, അതെല്ലാം വലിയ വാർത്തയാകുന്നതൊക്കെ ആ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ 2014 ഡിസംബർ 9 3 കോടി മൂലധനം, അത്രയും പെൻഷൻ ഉണ്ടോ എന്നുള്ളത് അറിയണം, അത് വേറൊരു കാര്യം. ആ മൂലധനത്തിൽ നിലവിൽ വന്ന കമ്പനിയായ കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ആന്തൂർ നഗരസഭയിലെ മൊറാഴയിൽ ഒരു ഇടത് നേതാവിന്റെ ഭാര്യയ്ക്കും മകനും ഓഹരി എടുക്കാൻ പാടില്ല എന്നുള്ളത് എവിടെയാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ഇടത് നേതാവിന്റെ ഭാര്യയും മകനും ആയതുകൊണ്ട് അവർ ഒരു സംരംഭം തുടങ്ങാൻ പാടില്ല എന്നൊക്കെ വാദിക്കുന്നവരൊക്കെ ഏത് മൂഢസ്വർഗത്തിലാണ്? രാഷ്ട്രീയം രണ്ടായതുകൊണ്ട് വ്യക്തികൾക്ക് പരസ്പരം ഒരു കരാറിൽ ഏർപ്പെടാൻ കഴിയില്ല, ബിസിനസ് നടത്താൻ കഴിയില്ല, കുടുംബാംഗങ്ങൾക്ക് നടത്താൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കേരളത്തിൽ ഒരു സംരംഭം വരിക? അങ്ങനെയാണെങ്കിൽ ആർക്കും പരസ്പരം ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലും ഒരു പുതിയൊരു സംരംഭം തുടങ്ങാൻ കഴിയുമോ? ഇങ്ങനെയുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല. സംരംഭങ്ങളാകുമ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരാറുകൾ ഉണ്ടാകും. അതിൽ ഇ.പി.യെ പഴിചാറാൻ വേണ്ടി വി.ഡി. സതീശൻ എടുത്തിരിക്കുന്ന അടി ഇ.പിക്ക് വേണ്ടി മാത്രമല്ല, അത് BJP സ്ഥാനാർത്ഥികൾ കൊള്ളാം എന്ന് പറഞ്ഞതിലുള്ള വി.ഡി. സതീശന്റെ അമർഷമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അതിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും അത് മാത്രം. Meet the editors.